ഇംപ്രൂവ്മെന്റ് 2021 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ nth ടേം ഓഫ് ദ സീക്വൻസ് an ആണ് n × n+2 റൈറ്റ് ദ ഫസ്റ്റ് 6 ടേം എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 an നമുക്ക് തന്നിട്ടുണ്ട് n × n+2 ആണ് നമുക്ക് തന്നേക്കണം. ഇതേ സെയിം ക്വസ്റ്റ്യൻ മാർച്ചിനകത്ത് ഇംപ്രൂവ്മെന്റ് 2022 ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. അപ്പൊ an n × n+2 ആണ് തന്നേക്കണേ. അപ്പൊ ആദ്യം n-ന് 1 കൊടുത്തു. അപ്പൊ a1 എന്ന് പറഞ്ഞ എന്താണ് 1 × 1+2 ആണ്. അപ്പൊ 1 × 3 ആൻസർ ഈസ് 3 വരും. ഒന്നാമത്തെ ടേമായി. 5 ടേം 6 ടേം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ n-ന് 2 കൊടുത്തു അടുത്ത നമ്പർ. അപ്പൊ a2 എന്ന് പറയുന്നത് എന്തായി 2 × 2+2 ആയി. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയി. അപ്പൊ 2 ആയി, 2 × 4 അപ്പൊ 8 ആയി. ഇനി അടുത്ത n-ന് ഏതാ കൊടുക്കണം? 6 ടേം കണ്ടുപിടിക്കണം. അപ്പൊ n-ന് 6 വരെ നമ്പർ കൊടുക്കണം. അപ്പൊ n = 3 കൊടുത്തു. n 3 ആകുമ്പോൾ a3 ആയി. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ n-ന്റെ സ്ഥാനത്ത് 3 വരും, ഇവിടെ n-ന്റെ സ്ഥാനത്ത് 3 വരും. അപ്പൊ 3 + 2 ആയി. അപ്പൊ 3 × 5 ആൻസർ ഈസ് 15 വരും. ഇനി അടുത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n-ന് നമ്മൾ അടുത്ത 4 നമ്പർ കൊടുക്കണം. n-ന് 4 കൊടുക്കുമ്പോൾ a4 വരും. a4 എന്ന് പറയുമ്പോൾ n-ന്റെ സ്ഥാനത്ത് 4 വരും. അപ്പൊ 4 ആയി. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 4 വരും. അപ്പൊ 4 + 2 ആയി. അപ്പൊ 4 × 6 ആൻസർ 24 ആയി. തീർന്നോ? ഇല്ല, 6 ടേം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അടുത്ത് n-ന് 5 കൊടുത്തു. a5 ആയി. a5 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് ഏത് വരും? 5 വരും. അപ്പൊ 5 × 5 + 2 ആയി. അപ്പൊ 5 അങ്ങനെ തന്നെ വരും. × 7 ആയി. അപ്പൊ ആൻസർ 35 ആയി. n-ന് 5 കൊടുക്കും. ഇനി അടുത്ത n-ന് നമ്മൾ 6 കൊടുക്കണം. അപ്പൊ a6 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് ഏത് ഒരു 6 വരും. അപ്പൊ 6 × 6 + 2 വരും നമ്മുടെ ക്വസ്റ്റിനകത്ത്. അപ്പൊ ഇവിടെ എല്ലാ n എവിടെയുണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? നമ്പർ കൊടുക്കുന്ന നമ്പറുകൾ കൊടുക്കണം. അപ്പൊ 6 × 8 ആയി. അപ്പൊ ആൻസർ ഈസ് 48 ആയി. അപ്പൊ നമ്മുടെ 6 ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ 10th ടേം ആൻഡ് nth ടേം ഓഫ് ദ സീക്വൻസ് ഉണ്ട്. ഇത് നമ്മൾ വീണ്ടും മാർച്ചിനകത്ത് 2022 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതും കൂടെ നമുക്ക് ചെയ്യണം. അതായത് ഫൈൻഡ് ദ 10th ടേമും nth ടേമും കണ്ടുപിടിക്കും. ഈ ക്വസ്റ്റിന്റെ തന്നെ 12th ടേം കണ്ടുപിടിക്കാനാണ് മാർച്ച് 2021 ചോദിച്ചത്. അപ്പൊ ഇംപ്രൂവ്മെന്റിന് അതിനകത്ത് നമ്പർ മാറ്റിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ആദ്യം നമ്മൾ ആ ക്വസ്റ്റിനകത്ത് എഴുതണം. എന്താണ്? 5, 25, 125 എക്സെട്രയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞ ആദ്യം കിടക്കണം 5 ആണ്. r എന്ന് പറഞ്ഞാൽ t2 / t1 ആണ്. അപ്പൊ നമുക്ക് 25 / 5 വരും. അപ്പൊ ആൻസർ 5 വരും. 6 കോമൺ റേഷ്യോ നമുക്ക് 5 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് എന്തൊക്കെ ചോദിച്ചാണ്? 10th ടേമും nth ടേമും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം tn എഴുതാം. tn എന്ന് പറഞ്ഞാൽ a × r⁻n−1 ആണ്. അപ്പൊ tn = എന്ത് എഴുതാം? a എന്ന് പറഞ്ഞാൽ നമുക്ക് 5 തന്നിട്ടുണ്ട്. r 5 ആണ്. n−1 വരും. അപ്പൊ tn എന്ന് പറഞ്ഞാൽ 5 × 5⁻n−1 വരും. നമ്മളോട് ചോദിച്ചേക്കണം എത്രാമത്തെ ടൈം മക്കളെ? 10ാമത്തെയാണ്. അപ്പൊ അവിടെ tn-ന് 10 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 5 × 5⁻10−1 എഴുതാം. 10−1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 5 × 5⁻9 വരും. അപ്പൊ ആൻസർ ഈസ് 5 × 5⁻9 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ?